ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സിൽവർ സെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളറിലെ ജോർജറ്റിൻ്റെ ഫാബ്രിക് ടോപ്പിനായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു റെഡ് കളറ് നമ്മളുടെ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് കളറ് മെറ്റീരിയലിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രീൻ കളറ് ടോപ്പിനും റെഡ് നമ്മുടെ ദുപ്പട്ടയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഇതിന് വേണ്ടത് നമുക്ക് B7000 എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്ലൂ കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് നമുക്കിതിന് വേണ്ടത് കട്ട് സ്റ്റോണാണ് വേണ്ടത് കേട്ടോ. ഇതുപോലെ താഴെ ഭാഗം ഫ്ലാറ്റായിട്ട് വരും, മുകൾ ഭാഗത്ത് കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ ഉള്ള ഒരു ഡിസൈനിലാണ് ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോണാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് കുന്തൻ സ്റ്റോണും കൂടെ വേണം, രണ്ട് കളറിലുള്ളത്. അത് ഒരു ഗ്രീൻ കളറും പിന്നെ ഒരു റെഡ് കളറിലെ കുന്തൻ സ്റ്റോണാണ് നമുക്ക് വേണ്ടത്. ഈ റെഡ് കളറ് വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പിനും ചെയ്ത് കൊടുക്കും, അതുപോലെ ഗ്രീൻ കളറ് നമ്മുടെ ദുപ്പട്ടയ്ക്കും ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മളുടെ പാറ്റേൺ വന്നിട്ട്. പാറ്റേൺ ഇതുപോലെ ആദ്യം ട്രേസിങ് ഷീറ്റിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയലിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നിക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നിക്കിൻ്റെ വിട്ടും ലെങ്തും ഒക്കെ എത്രയാണെന്ന് വെച്ചാൽ അത്ര മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 ബോർഡർ ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക നിക്കിനെ. അപ്പോൾ 2 ബോർഡർ ലൈനിൽ നമ്മൾ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മാംഗോയുടെ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ട്രേസ് ചെയ്ത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. യെല്ലോ കാർബണോ വൈറ്റ് കാർബണോ യൂസ് ചെയ്തിട്ട് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. നമ്മുടെ വൈറ്റ് കാർബൺ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമുള്ള ഭാഗത്ത്, നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റോണൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു ഗ്ലൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഇത് നന്നായി ഫിക്സ് ആയിട്ടിരിക്കും, പോവത്തൊന്നുമില്ല. നമുക്ക് വാഷ് ചെയ്താലൊന്നും അങ്ങനെ ഒന്നും പോവത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് ഈ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്ലൂ ആണിത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോണില്ലേ, ആ സ്റ്റോൺ നമുക്ക് ആദ്യം ഒന്ന് ഫിക്സ് ചെയ്ത് ബോർഡർ ഭാഗത്തൊക്കെ എല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് നമുക്കൊന്ന് കൊടുക്കാം. അടുപ്പിച്ച് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇതൊരു പാർട്ടി വെയർ സൽവാർ സെറ്റായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കാരണം നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യുന്നതിനേക്കാട്ടിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് സാരികളിലൊക്കെ നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾക്ക് റെഡിമെയ്ഡ് ഷോപ്പുകളിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സാരികളിലും അതുപോലെ റെഡിമെയ്ഡ് കുർത്തീസിലും ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റോൺ യൂസ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ. അപ്പോൾ നമ്മൾ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കാം. ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം, നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മുടെ ആ ബോർഡർ ഭാഗത്തായിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ബോർഡർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നകത്തുള്ള ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട്
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സെയിം വർക്ക് തന്നെയാണ് നമുക്ക് ദുപ്പട്ടയിലും വരുന്നത്. പക്ഷേ ഞാനിവിടെ നമ്മുടെ ടോപ്പിൽ വന്നിട്ട് ചെറിയൊരു ഡിസൈനാണ്, ചെറിയതായിട്ടാണ് വരച്ചേക്കുന്നത്, മാംഗോയുടെ ഷേപ്പിൽ. പക്ഷേ അതേസമയം ദുപ്പട്ടയിൽ വരുമ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിലാണ് ഞാൻ ഡിസൈൻ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാകും. ടോപ്പിൻ്റെക്കാട്ടിലും കുറച്ചും കൂടെ എന്താ പറയുക, ഹെവി വർക്കായിട്ട് തോന്നുന്നത് ദുപ്പട്ടയിലാണ്. സ്ലീവിൽ നമുക്ക് പ്ലെയിനായിട്ട് എന്തെങ്കിലും ചെറിയൊരു വർക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ സ്ലീവിൽ ഞാൻ വർക്കൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെറിയതായിട്ട് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മൾ ഇതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കുന്തൻ സ്റ്റോൺ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെഡ് കളറിലെ കാണിച്ചല്ലോ, അപ്പോൾ റെഡ് കളറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ കളറിലെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ റെഡ് കളറാണ്, ദുപ്പട്ടയുടെ കളറും റെഡ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ റെഡ് കളറ് കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം, ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ള നമ്മുടെ ഡിസൈനുകൾക്കെല്ലാം ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബോർഡർ ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ബീഡ്സ് സ്റ്റോൺസ് ചെയ്ത പോലെ തന്നെ ബോർഡർ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സൽവാർ സെറ്റാണിത്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ, ബിഗിനേഴ്സിന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. താങ്ക് യു.